ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാ തവണയും വരുന്ന ജഡ്ജസ് ഏറ്റവും ഗംഭീരന്മാരാണ്. അതുപോലെ തന്നെ ഇത്തവണയും ഈ ജഡ്ജിങ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടു വന്നവർ ഏറ്റവും പ്രഗത്ഭരാണ്. എന്ന് മാത്രമല്ല, ശ്രീ ബെന്യാമിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ശ്രീ രവികുമാർ, ശ്രീമതി ഗ്രേസി എന്നിവർ അവരുടെ തൂലികാവിലാസം കൊണ്ട് നമ്മളുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇതിന് വളരെ വളരെ പ്രത്യേകതയുണ്ട്. ഒന്ന്, ഈ അവാർഡ് കിട്ടുന്ന കൃതികൾ ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റുപോവുകയാണ്. പിന്നെ ശ്രീ ബെന്യാമിന് തന്നെ അത് കഴിഞ്ഞ് വയലാർ അവാർഡിനോടൊപ്പം എത്രയോ അവാർഡുകളാണ് പിന്നീട് കിട്ടിയത്. ഇപ്പം തന്നെ 30,000-40,000 കോപ്പികൾ വിറ്റഴിച്ച് പോയി എന്നാണ് പുസ്തക പ്രസിദ്ധീകരണ വിഭാഗക്കാർ എന്നോട് പറഞ്ഞത്. പിന്നെ ഇന്ന് ഞാനിവിടെ ഇപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡൻറ്റ് ശ്രീ പെരുമ്പടവത്തിന് അല്പം രേഖാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം വന്നില്ല. അതുകൊണ്ടാണ് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നതും ഈ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകം ഒന്ന് പ്രഖ്യാപിക്കുന്നതും. ശ്രീ അശോകൻ ചെരുവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന പുസ്തകത്തിനാണ് ഇത്തവണ അവാർഡ്. കാട്ടൂർ കടവ്, അശോകൻ ചെരുവിൽ എഴുതിയ പുസ്തകത്തിനും ഗ്രന്ഥകാരനും ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഈ പുസ്തകത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, ഇത് കണ്ടെത്താൻ കഴിഞ്ഞ വിവരങ്ങളെക്കുറിച്ച് ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾ പരാമർശിക്കും. കാരണം ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. അത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ ലഘുവായി ഈ പുസ്തകത്തെക്കുറിച്ച്, ജഡ്ജ് ചെയ്യാനുണ്ടായ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കും. ഇതിൻ്റെ ഗുണഘടകങ്ങളും പ്രശംസാപൂർവം അവർ പ്രതിപാദിക്കുന്നതാണ്.